എടി ഈ സീരിയലിൽ അവനെ പോലെ എനിക്ക് വേറൊരു പെണ്ണുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിനക്ക് എന്ത് തോന്നും? എനിക്കൊന്നും തോന്നില്ല കേട്ടോ. നിനക്ക് എന്നോട് ഒരു ദേഷ്യം തോന്നില്ലേ? ചത്ത് കിടക്കുന്ന ശവത്തിനോടേ ഒരു വിരോധവും ഒരു ദേഷ്യവും പാടില്ലാന്ന് അമ്മ പറഞ്ഞത്. ഞാൻ വന്നു. ആ ദേ എന്തൊരു ചൂടാ. ഓ അല്ലേലും ശരിയാ. യാത്ര സുഖമായിരുന്നോടി? ഹോ, ആ തിരുവനന്തപുരം ഫാസ്റ്റിനാ വന്നേ. പേടിച്ചാ ഞാൻ വന്നേ. അതെന്താ പറ്റിയേ? വഴി തടയോ വാങ്ങി കാണിക്കുകയോ ചെയ്തോ? ഒന്ന് പോ ചേട്ടാ. ഞാൻ ചേട്ടന്റെ അടുത്ത് എത്തിയ കാര്യം ഞാൻ വീട്ടിൽ അമ്മ എന്നെ വിളിച്ച് പറയട്ടെ. നിങ്ങളുടെ പെങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? അവർക്ക് കോളേജ് അടയ്ക്കുമ്പോൾ അവളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ലേ? എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് തന്നെ? എനിക്കവിടെ മോനെ കുടുംബം എന്നുള്ള വർത്തമാനം ചൊറിഞ്ഞങ്ങോട്ട് വരും. എടി ഞാനൊരു ആങ്ങളെയല്ലേ അവക്കുള്ളൂ. പിന്നെ ഒരു പെങ്ങളും ഒരു ആങ്ങളെ. കഴിഞ്ഞ പ്രാവശ്യം അവനെ ഒരു സാരിയാ കൊണ്ടുപോയത്. അത് നിങ്ങൾ എനിക്ക് മേടിച്ചോളാം. കൊണ്ടോട്ടെ ചേച്ചി. എനിക്ക് പിന്നെ വേണ്ടാന്ന് ഇങ്ങനെ പറയണത്. മേടിച്ചൊന്നും എനിക്ക് ഇത്തവണ അവളെ എന്റെ എന്തൊക്കെയാണോ എടുത്തോണ്ട് പോകാൻ നിൽക്കണം. ആ കിട്ടിയ മോളെ അമ്മേ. ആ കിട്ടി ചേച്ചി. നിനക്കേ ഞാൻ നല്ല തണുത്ത ജ്യൂസ് എടുത്തോണ്ട് വരാം കേട്ടാ. ചേട്ടൻ ഈ ശവത്തിനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? അന്ന് പ്രേമിച്ച് നടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഈ മൂശാട്ടയെ വേണ്ടാന്ന്. ഇപ്പൊ അനുഭവിച്ചോ? കഴിഞ്ഞ തവണ ഞാൻ 2 സാരി ചോദിച്ചപ്പോ എനിക്ക് കീറ സാരി തന്നേക്കുന്നു. എന്നിട്ട് അവള് ജ്യൂസ് ഉണ്ടാക്കാൻ പോയേക്കുവാ. വല്ല വിഷമായിരിക്കും അവൾ കറക്കിക്കൊണ്ട് വരുന്നത്. ഹായ്, ജ്യൂസ് ഒന്നല്ലോ. ചേച്ചിയുടെ ജ്യൂസ് അടിപൊളിയാന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഇത്രയും നല്ല ജ്യൂസ് ഞാൻ ഈ അടുത്ത കാലത്തെങ്കിലും കുടിച്ചിട്ടില്ല. ചേച്ചിക്ക് എന്തൊരു കൈപ്പുണ്യോ ചേട്ടാ. ചേട്ടൻ ഭാഗ്യവാനാ. കമ്മലാഴ്ചക്ക് ഇത്താണ്. ആ പറയടാ. ഞാൻ വീട്ടിലുണ്ട്. എന്റെ ചേച്ചിക്ക് ഈ മണ്ടൻകിഴങ്ങിനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? മണ്ടം മാത്രല്ലടി, ലോക പിശുക്കനാങ്ങേര്. അറിയാവോ നിനക്ക്? എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടിട്ട് എത്ര നാളായി നിനക്കറിയാവോ? ചോദിച്ചപ്പോ എന്താ അറിയോ? അവിടെ പോപ്കോൺ വില കൂടുതലാണ്. പണ്ട് എന്നെയും കൂടി തിയേറ്ററിൽ പോകുമ്പോ കപ്പലണ്ടി പോലും മേടിച്ചു തരികയായിരുന്നു. എനിക്കതല്ല വിഷമം. ചേച്ചിയെ പോലെ സുന്ദരിയായ ഒരുത്തിക്ക് ഈ ഗതികേട് വന്നല്ലോ. എന്റെ വിധി അല്ലാണ്ട് എന്ത് പറയാനാടി. ആരാ ചേട്ടാ വിളിച്ചേ? അതാ ഓഫീസിലെ സുമേഷാടി. അവനെ പട്ടി അടിച്ചു. ഞങ്ങള് നാത്തൂനും കൂടിയേ ചേട്ടന്റെ ഓരോ കഷ്ടപ്പാടുകളൊക്കെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇല്ലേടി? ഇവളുമാര് എന്ത് കഷ്ടപ്പാട്. ആ സുജേഷേ, എന്നടാ? ചേട്ടാ, കല്യാണം വിളിക്കാൻ വന്നാ. എടാ നിനക്കൊരു അനിയത്തിയില്ലടാ? ഉണ്ട് ചേട്ടാ. അതിനേട്ടാ? അപ്പൊ ഈ സൂപ്പർമാന്റെ ടീഷർട്ട് ഇട്ടുകൊണ്ടൊരു കാര്യമില്ല. കല്യാണം കഴിയുമ്പോഴേ ഈ ഡോബർമാൻ ആയി പോവും. അപ്പൊ നീ കുറച്ച് അനുഭവിക്കൂടാ മോനെ.